Family Apocynaceae, commonly called as periwinkle family. പെരിവിങ്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ശവനാറി നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. സിസ്റ്റമാറ്റിക് പൊസിഷൻ ക്ലാസ് ഡൈക്കോട്ടിലിനെ, സബ് ക്ലാസ് ഗാമോപെറ്റാലെ, സീരീസ് ബൈകാർപ്പലേറ്റ്, ഓർഡർ ജെൻഷാനെയിൽസ്. സോ ബൈകാർപ്പലേറ്റയിലെ ജെൻഷാനെയിൽസിലാണ് ഫാമിലി അപ്പോസൈനേസി വരുന്നത്. ബൈകാർപ്പലേറ്റയിൽ വരുന്നതുകൊണ്ട് തന്നെ ഗൈനീഷ്യത്തിന് 2 കാർപ്പൽസേ ഉണ്ടാവൂ. Common and economically important species are Vinca rosea or Catharanthus roseus. Synonyms ആണ്, രണ്ടുപേരും യൂസ് ചെയ്യാം. Commonly called as periwinkle. It is a medicinal plant. An alkaloid is extracted from root of Vinca rosea, which is called vincristine, used for the treatment of leukemia or blood cancer. വിങ്കാ റോസിയന് അറിയപ്പെടുന്ന കോമൺ നെയിമാണ് പെരിവിങ്കിൾ. ഈ പെരിവിങ്കിൾ ഫാമിലി എന്നുള്ള പേരിലാണ് ഫാമിലി അപ്പോസൈനേസി അറിയപ്പെടുന്നത്. ദെൻ ഹൊളറീന ആൻറ്റി ഡിസെൻട്രിക്ക, അപ്പൂപ്പൻ താടി. ഇറ്റ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ്. ദെൻ ഇക്നോകാർപ്പസ് ഫ്രൂട്ടസൻസ്. ഇറ്റ് ഈസ് ഓൾസോ എ മെഡിസിനൽ പ്ലാന്റ്. അലമാണ്ട കത്താർട്ടിക നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഇറ്റ് ഈസ് എ ഗാർഡൻ പ്ലാന്റ്. പ്ലുമേറിയ റൂബ്ര. ഇറ്റ് ഈസ് ഓൾസോ എ ഗാർഡൻ പ്ലാന്റ്. അമ്പലത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു കള്ളിച്ചെടി ആണ്, കള്ളിച്ചെടി എന്നാണ് പറയുക. ദെൻ റാവോൾഫിയ സെർപ്പൻറ്റൈന. ഇറ്റ് ഈസ് ഓൾസോ എ മെഡിസിനൽ പ്ലാന്റ്, കോമൺലി കോൾഡ് ആസ് സർപ്പഗന്ധി. An alkaloid is extracted from Ravolfia called reserpine, which is used against hypertension. Tabernamundana coronariae, Nandyarvattam. It is a garden plant. Tivitia nerifolia, yellow arali. It is a garden plant. Its fruits are deadly poisonous. Fruits കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവും. Next, അൽസ്റ്റോണിയ സ്കൊളാരിസ്, ഡബിൾസ് ട്രീ, ഏഴിലംപാല. നീരിയം ഒഡോറം, റെഡ് അരളി. ഇറ്റ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ് ആൻഡ് ഓൾസോ ഗാർഡൻ പ്ലാന്റ്. ഫ്രൂട്ട്സ് ആർ ഡെഡ്ലി പോയ്സണസ്. അരളി പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സ് പോയ്സണസ് ആണ്. വിങ്ക മൈനർ. നമ്മൾ PSMO കോളേജിൻ്റെ റൗണ്ട് ഗാർഡന് ചുറ്റും വിങ്ക മൈനർ കാണാറുണ്ട്. വൈറ്റ് കളർ ഫ്ലവേഴ്സുള്ള വിങ്ക മൈനർ. ഫാമിലിൻ്റെ ഹാബിറ്റ് പറയുകയാണെങ്കിൽ ഹാബിറ്റ് ഷോസ് വൈഡ് വേരിയേഷൻ ഇൻ ദെയർ ഹാബിറ്റ്. ദേ മേ ബി സ്മോൾ ആനുവൽ ഹെർബ്. വിങ്ക മൈനർ ഒരു സ്മോൾ ആനുവൽ ഹെർബാണ്. പെരീനിയൽ ഇറക്റ്റ് ഹെർബാണ് വിങ്ക റോസിയ. ക്ലൈംബറാണ് അലമാണ്ട. ഷ്രബാണ് നീരിയം, അരളി ഓർ ടോൾ ട്രീസ് അൽസ്റ്റോണിയ സ്കൊളാരിസ്. ഏഴിലംപാല ഒരു ടോൾ ട്രീയുമാണ്. ലീവ്സ് ക്യാരക്ടേഴ്സ്, ലീവ്സ് യൂഷ്വലി സിമ്പിൾ, petiolate, exstipulate with alternate, opposite or whorled phyllotaxy. നമ്മൾ അലമാണ്ട കത്താർട്ടിക്കും അതുപോലെ തന്നെ വിങ്ക റോസിയും ചെയ്തു. രണ്ടിലും ലീവ്സ് സിമ്പിൾ ആയിരുന്നു, പീറ്റിയോളേറ്റ് ആയിരുന്നു, എക്സ്റ്റിപ്പുലേറ്റ് ആയിരുന്നു. അലമാണ്ട കത്താർട്ടിക്കയിൽ വേൾഡ് ഫില്ലോടാക്സിയും വിങ്ക റോസിയയിൽ ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയാണ് കണ്ടിട്ടുള്ളത്. ഇൻഫ്ലോറസൻസ് ജനറലി ടെർമിനൽ ഓർ ആക്സിലറി സൈംസ്. ടെർമിനൽ ഓർ ആക്സിലറി സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ആക്സിലറി പാനിക്കുലേറ്റ് സൈമിൻ അലമാണ്ട, ടെർമിനൽ സൈമിൻ പ്ലുമേറിയ, കോറിംബോസൈമിൻ റാവോൾഫിയ, ബ്രാഞ്ചഡ് പാനിക്കളിൻ അൽസ്റ്റോണിയ. സോ ഇൻഫ്ലോറസൻസ് ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ അലമാണ്ട ചെയ്തപ്പോൾ പറഞ്ഞു എ മിക്സ്ചർ ഓഫ് 2 ഇൻഫ്ലോറസൻസ് ആണ്, പാനിക്കുലേറ്റ് സൈമാണ്. ദെൻ നമ്മൾ വിങ്ക റോസിയയിൽ കണ്ടത് പെയേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിട്ടാണ്. സോ ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് ഇൻഫ്ലോറസൻസ്. ഇത് റാവോൾഫിയാണ്. റാവോൾഫിയയിൽ
കോറിംബോസൈമാണ് ഇൻഫ്ലോറസൻസ്. ദിസ് ഇസ് അലമാണ്ട. പാനിക്കുലേറ്റ് സൈമാണ് അലമാണ്ടൻ്റെ ഇൻഫ്ലോറസൻസ്. ദിസ് ഇസ് അൽസ്റ്റോണിയ. ബ്രാഞ്ചഡ് പാനിക്കിളാണ് അൽസ്റ്റോണിയൻ്റെ ഇൻഫ്ലോറസൻസ്. ദിസ് ഇസ് വിംഗാറോസിയ. പെയേർഡ് ഫ്ലവേഴ്സ് ആണ് വിംഗാറോസിയയിൽ. ആൻഡ് ദിസ് ഇസ് പ്ലിമേറിയ. ടെർമിനൽ സൈമാണ് പ്ലിമേറിയയിൽ. സോ നല്ല വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് ഇൻഫ്ലോറസൻസിൽ. നെക്സ്റ്റ് ഫ്ലവർ. ഫ്ലവേഴ്സ് റെഗുലർ ഓർ ആക്ടിനോമോർഫിക്, ബൈസെക്ഷുവൽ, ഹൈപ്പോഗൈനസ്, പെഡിസലേറ്റ്, പെൻഡാമീറസ് ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ വിംഗാറോസിയും അലമാണ്ടിയും വർക്കൗട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്ത സുപ്പീരിയർ ഓവറിയുള്ള ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് ആണ്. അതുപോലെ തന്നെ പെഡിസൽ പ്രസൻ്റ് ആണ്. 5 സെപ്പലും 5 പെറ്റലും 5 സ്റ്റേമനുമാണ്. സോ പെൻഡാമീറസ് ആണ് കംപ്ലീറ്റ് ആൻഡ് സൈക്ലിക്. നെക്സ്റ്റ് കാലിക്സ്. സെപ്പൽസ് 5, ഗാമോസെപ്പാലസ് വിത്ത് വാൽവേറ്റ്, ഇംബ്രിക്കേറ്റ് ഓർ ക്വിൻക്വിൻഷ്യൽ ഈസ്റ്റിവേഷൻ. നമ്മൾ വിംഗാറോസിയും അതുപോലെ തന്നെ അലമാണ്ടിയും വർക്കൗട്ട് ചെയ്തതാണ്. 5 സെപ്പൽസ് ആണ് കണ്ടിരുന്നത് ആൻഡ് ഫ്രീ ആയിരുന്നു വിത്ത് വാൽവേറ്റ്, ഇംബ്രിക്കേറ്റ് ഓർ ക്വിൻക്വിൻഷ്യൽ. നമ്മൾ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് വിംഗാറോസിയയിൽ കണ്ടത്, ബട്ട് ക്വിൻക്വിൻഷ്യൽ ആണ് അലമാണ്ടയിൽ. നെക്സ്റ്റ് കൊറോള. പെറ്റൽസ് 5, ഗാമോപെറ്റാലസ് വിത്ത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. നമ്മൾ വിംഗാറോസിയയിലും അലമാണ്ടയിലും സെയിം ഫീച്ചേഴ്സ് ആണ് കണ്ട്. 5 പെറ്റൽസ് ഫ്യൂസ്ഡ് ആയിരുന്നു വിത്ത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കൊറോള ഈസ് വേരിയബിൾ. ഹൈപ്പോക്രറ്റേറിഫോം ഇൻ വിംഗാറോസിയൻ്റെ ഷേപ്പിനെയാണ് ഹൈപ്പോക്രറ്റേറിഫോം ഷേപ്പ് എന്ന് പറയുക. ഫണൽ ഷേപ്പ്ഡ് ആണ് നീരിയം, അതായത് അരളിയിൽ, ആൻഡ് ബെൽ ഷേപ്പ്ഡ് ഇൻ അലമാണ്ട. കൊറോള ഈസ് യൂഷ്വലി ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് ഹാസ് ഹെയറി കൊറോണറി ഔട്ട്ഗ്രോത്ത് അറ്റ് ദി ത്രോട്ട്. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തപ്പോൾ കണ്ടതാണ്. വിംഗാറോസിയയിലും അതുപോലെ തന്നെ അലമാണ്ടയിലും കൊറോണറി ഹെയർസ് പ്രസൻ്റ് ആണ്. ആ കൊറോണറി ഹെയർസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേമൻസ് സാധാരണ കാണുന്നത്. നെക്സ്റ്റ് ആൻഡ്രീഷ്യം. സ്റ്റേമൻസ് 5, എപ്പിപെറ്റാലസ് ആൻഡ് ഓൾട്ടേർണി പെറ്റാലസ്. ഓൾട്ടേർണി പെറ്റാലസ് എന്ന് പറയുമ്പം ആൾട്ടർനേറ്റ് ടു പെറ്റൽസ്. സാധാരണ സ്റ്റേമൻസ് ഓൾട്ടർനേറ്റ് ടു പെറ്റൽസിനാണ് എല്ലാ ഫ്ലവേഴ്സിലും കാണാറ്. ദെൻ എപ്പിപെറ്റാലസ് ആണ് അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽ ആണ്. ദെൻ നമ്പർ ഓഫ് സ്റ്റേമൻ 5 ആണ്. നമ്മൾ 2 പ്ലാന്റ്സിലും അത് തന്നെയാണ് കണ്ടത്. സ്റ്റേമൻസ് യൂഷ്വലി ഇൻസേർട്ടഡ് അറ്റ് ദി ത്രോട്ട് ഓഫ് ദ കൊറോള ട്യൂബ്. കൊറോണറി ഹെയർസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റേമൻസ് കാണാറ്. ഫിലമെൻസ് യൂഷ്വലി ഷോർട്ട് ആൻഡ് ആന്തേഴ്സ് സാജിറ്റേറ്റ്. ആരോ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആന്തേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫിലമെൻസ് വളരെയധികം ഷോർട്ടാണ്. ഗൈനീഷ്യം. ഓവറി സുപ്പീരിയർ ഓവറി ആണ്. ബൈകാർപ്പലറി സിൻകാർപ്പസ്, ബൈലോക്യുലാർ ഇൻ തിവേഷ്യ, യൂണിലോക്യുലാർ ഇൻ അലമാണ്ട വിത്ത് എ ഫ്യൂ ഓവ്യൂൾസ് ഇൻ ഈച്ച് ലോക്യൂൾ ഓൺ ആക്സൈൽ പ്ലാസന്റേഷൻ ഇൻ തിവേഷ്യ ആൻഡ് പാരൈറ്റൽ ഇൻ അലമാണ്ട. അപ്പോൾ ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് ഗൈനീഷ്യം. In Vingarosia, gynecium consists of bicarpellary apocarpous ovary with many ovules on marginal placentation. നമ്മൾ പറഞ്ഞു ഓവറി സുപ്പീരിയർ ആണ്, ബൈകാർപ്പലറി, ബൈലോക്യുലാർ, അതുപോലെ യൂണിലോക്യുലാർ, ദെൻ ആക്സൈൽ പ്ലാസന്റേഷനും പാരൈറ്റൽ പ്ലാസന്റേഷനും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് വിംഗാറോസിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. വിംഗാറോസിയയിൽ നമ്മൾ 2 കാർപ്പൽസ് കണ്ടു. ദെൻ ആ 2 കാർപ്പൽസും ഫ്രീ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് പ്ലാസന്റേഷൻ മാർജിനൽ ആണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി നോക്കാൻ നല്ലത് ഇതിൻ്റെ ഫ്രൂട്ട്സ് ആണ്. ഈ ഒരു ഫ്രൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കൃത്യമായിട്ട് എടുത്തതാണ്. ഫോളിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്. ഒരു ഫ്ലവറിന്ന് ഫോം ചെയ്യുന്ന 2 ഫ്രൂട്ട്സ്. ഒരു ഫ്ലവറിന്ന് 2 ഫ്രൂട്ട്സ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോകാർപ്പസ് ഓവറി ആയിരിക്കണം. 2 കാർപ്പൽ അത് അപ്പോകാർപ്പസ് ആയാൽ മാത്രമേ നമുക്ക് ഒരു ഫ്ലവറിന്ന് 2 ഫ്രൂട്ട്സ് കിട്ടുള്ളൂ. സോ ഈ ഫ്രൂട്ട് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ബൈകാർപ്പലറി എപ്പോകാർപ്പസ് ആണ് ആൻഡ് പ്ലാസന്റേഷൻ മാർജിനൽ ആണ്. വിംഗാറോസിയയിൽ 2 സ്റ്റൈൽസ് പ്രസന്റ് അറ്റ് ദ ബേസ് ബട്ട് യുണൈറ്റ് ടുഗദർ എൻഡിങ് ഇൻ എ സിമ്പിൾ ഡംബൽ ഷേപ്പ്ഡ് സ്റ്റിഗ്മ. സോ ഈ 2 കാർപ്പൽസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഓരോ കാർപ്പൽസിൽ നിന്നും ഓരോ സ്റ്റൈൽസ് വീതം സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്റ്റൈലായിട്ട് മാറും. ദെൻ അത് എൻഡ് ചെയ്യുന്നത് ഒരു ഡംബൽ ഷേപ്പ്ഡ് സ്റ്റിഗ്മയിലാണ്. നമ്മൾ 2 പ്ലാന്റ്സിലും കണ്ടതാണ്. നെക്സ്റ്റ് ഫ്രൂട്ട്. പെയേർഡ് ഫോളിക്കിൾ ഇൻ വിംഗാറോസിയയിൽ നമ്മൾ ഫോളിക്കിൾ ആണ് കണ്ടത്. അതുപോലെ തന്നെയാണ് അൽസ്റ്റോണിയ സ്കൊളാരിസിൽ ഏഴിലംപാല ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫ്ലവർ നിന്ന പൊസിഷനിൽ 2 ഫ്രൂട്ടാണ് കിട്ടുക.
അതുപോലെ തന്നെയാണ് ടാബർണ മൊണ്ടാന കൊറോണറിയെ, അതായത് നന്ദാർ വട്ടത്തിൽ. ബട്ട് ഡ്രൂപ്പ് ഇൻ തിവേഷ്യ, ക്യാപ്സ്യൂൾ ഇൻ അലമാണ്ട. പക്ഷേ ഡ്രൂപ്പാണ് തിവേഷ്യയിൽ, അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ആണ് അലമാണ്ടയിൽ. അലമാണ്ടയിലൊന്നും നമുക്ക് വലിയൊരു ഫ്രൂട്ട് കാണാൻ പറ്റില്ല. ചില സ്പീഷീസിലൊക്കെ ചെറിയ ഫ്രൂട്ട്സ് ഫോം ചെയ്യാറുണ്ട്, അത് സാധാരണ ക്യാപ്സ്യൂളാണ്. ലാസ്റ്റായിട്ട് നമുക്ക് ഫാമിലീൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹെർബ്സ്, ഷ്രബ്സ് ഓർ ക്ലൈംബേഴ്സ്. ഹാബിറ്റ് ഹെർബ്സോ ഷ്രബ്സോ ക്ലൈംബേഴ്സോ ആയിരിക്കും. പ്രസൻസ് ഓഫ് മിൽക്കി ലാറ്റക്സ്, അത് ഫാമിലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ലീവ്സ് സിമ്പിൾ, ഓപ്പോസിറ്റ് ഓർ വേൾഡ്. 3 ഫില്ലോടാക്സിൻ കാണിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് യൂഷ്വലി ബൈസെക്ഷുവൽ, ആക്ടിനോമോർഫിക് ആൻഡ് ഹൈപ്പോഗൈനസ്. പ്രസൻസ് ഓഫ് coronary outgrowth in corolla. Anthers sagittate, arrow shaped ആയിരിക്കും. ബൈകാർപ്പലറി, എപ്പോകാർപ്പസ് ഓർ സിൻകാർപ്പസ് പിസ്റ്റിൽ. നമ്മൾ അപ്പോകാർപ്പസ് പിസ്റ്റിൽ കണ്ടു. ഏതിലായിരുന്നു? വിങ്കാറോസിയയിൽ. അതുപോലെ തന്നെ സിൻകാർപ്പസും ഉണ്ട്. അപ്പോൾ അപ്പോസൈനേസിയിൽ അപ്പോകാർപ്പസ് പിസ്റ്റിൽ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഡംബൽ ഷേപ്ഡ് സ്റ്റിഗ്മ. ഫ്രൂട്ട് ഫോളിക്കിൾ. പെയർഡ് ഫോളിക്കിളാണ് മിക്കവാറും കേസസിൽ കാണാറ്. താങ്ക് യു.